പൂർണ്ണമായിട്ടും തീ പടർന്ന, അതായത് അഗ്നിക്കിരയായി നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്ന ആ ഫ്ളാറ്റുകളിലേക്ക്, മുറികളിലേക്കാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ കയറി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ നിങ്ങളെ ആൾക്കാരെ ഞങ്ങളിപ്പോ ഇവിടെ വിസിറ്റിന് വന്നാ അപ്പൊ ഇവിടെ താമസിച്ചോണ്ടിരുന്നത്. ഞങ്ങൾ പാസ്പോർട്ട് കൈ കിട്ടിയ പാസ്പോർട്ട് എടുത്ത് ഇറങ്ങി ഓടുകയത്. ചേട്ടൻ ഫ്ളാറ്റിലേക്ക് താമസിക്കാൻ വന്നത് ആരുടെ ഫ്ളാറ്റിലായിരുന്നു? നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു എംപിയുടെ. ഇത് ഇവിടെ എംപിമാരാണല്ലേ? ഇവിടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആയിരുന്നു. ഇവിടെ അങ്ങേ സാർ ഞാൻ തൊട്ട് നമ്മുടെ സുനീറ ജോസ് കെ മാണി അവരൊക്കെ ഇവിടെ താമസിക്കുന്നത്. ജോസ് കെ മാണി അടക്കമുള്ള എംപിമാർ താമസിക്കുന്ന ഇടം തന്നെയായിരുന്നു. അവിടെയാണ് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായത്. ചേട്ടൻ ഈ തീപിടുത്തം നടത്തുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു? ഞാൻ റൂമിലായിരുന്നു. ഞാൻ ഇറങ്ങി ഓടുകയാണ്. എങ്ങനെ അറിഞ്ഞത്? ഞാൻ അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് വിളിച്ചു പറഞ്ഞിട്ട് എല്ലാവർക്കും പുറത്തിറങ്ങാൻ സാധിച്ചു. ഞങ്ങൾ പുറത്ത് ഓടി വന്ന് അവരപ്പം തന്നെ ഒരു മോളി വന്ന് അവരെല്ലാവരും അറിയിച്ചു. ഈ പറയുന്ന ഇവിടെ ഇതിന്റെ അകത്ത് സ്റ്റാഫുകൾ വന്ന് നമ്മൾ അപ്പം തന്നെ എല്ലാവരും അറിയിച്ചു. പുറത്തേക്ക് ഇറങ്ങി വരികയായി നമ്മൾ. അപ്പൊ അതൊക്കെ ആരും കുടുങ്ങിയിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് എന്തെങ്കിലും അറിയാം? പറഞ്ഞു. ഞങ്ങൾ കുളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും താഴെ ഭയങ്കര ഒച്ച കിട്ടും. അപ്പൊ ഞങ്ങളുള്ള അടിയോ അങ്ങനെയുള്ള പ്രശ്നം ആയിരിക്കും ഓർത്താണ് അറിയുന്നത്. പെട്ടെന്ന് താഴത്തെ സ്റ്റാഫ് വിളിച്ചു പറഞ്ഞു തീ എത്തുവാണ്, എല്ലാവരും ഇറങ്ങി വരുന്നു. എത്ര മണിയോടെയായിരുന്നു? ഒരു 6 മണിക്കൂറായി. ഷോർട്ട് സർക്യൂട്ടാണ് അറിയിച്ചേക്കണം. ഞങ്ങളെ കാറ് കത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നടക്കുമ്പോ എംപിമാരാരെങ്കിലും ഇവിടെയുള്ള ഇല്ലെന്നാണ് ഞങ്ങളുടെ അറിവ്. ഞങ്ങളുടെ എംപിമാരുടെ സെക്രട്ടറിമാർ അപ്പുറത്തെ ബിൽഡിംഗ് വന്നത്. അവരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു ആരുമില്ല. ഞങ്ങൾ 2 ദിവസം അയാൾ വന്നിട്ട്, ഞങ്ങൾ UK നിന്ന് വന്നതാണ്, ഒരു വെഡിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ സുഹൃത്തിന്റെ ഇതായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചു. എന്താ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഫയർഫോഴ്സ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ തൽക്കാലത്തേക്ക് ആരും അകത്ത് കയറണ്ട, എല്ലാവരും വെയിറ്റ് ചെയ്യാനാണ് പറയാം. അവർ പറഞ്ഞിട്ട് മാത്രം അകത്ത് കയറിയാൽ മതി. അതായത് ഞങ്ങൾ ഇതിന്റെ കത്തി ഈ ചേർന്നിരിക്കുന്നില്ല, ഇതിന്റെ അല്ല, ഇതിന് ചേർന്നിരിക്കുന്ന പള്ളിയാണ്. ഈ സെയിം ബ്രഹ്മപുത്താർ തന്നെ 2 പോർഷൻ ഉണ്ട്. അതിൽ അടുത്ത പോർഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എത്രത്തോളം തീ പടർന്നിട്ടുണ്ടെന്ന് വല്ല ഐഡിയ ഉണ്ടോ? നല്ല രീതിയിൽ കത്തിയത്. നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഭയങ്കര നല്ല